നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിന് ഒരു പള്ളി ഉദ്ഘാടനം ചെയ്തു കൊടുത്തു. ഇതിങ്ങനെ കണ്ടപ്പോ ചില ആളുകൾക്ക് ഒരു കൺകടി. ഹസദഹും ഇഖ്വാനുഹും ബനൂ ഗുൻബിന് ഔഫ്. ബനൂ ഗുൻബിന് ഔഫിന്റെ ആ കൂട്ടർക്ക് അസൂയ തോന്നി, കപടന്മാര്. അവരെന്ത് ചെയ്ത് ഒരു പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പകരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അരികിൽ വന്നിട്ട് ഫാത്തൗൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യതജഹസു ഇലാ തബൂക. നബി തങ്ങൾ തബൂക്കിലേക്ക് ഇങ്ങനെ പോവാനുള്ള അതിൻ്റെതായ ഒരുക്കത്തിലായിരുന്നു. ആ നബി തങ്ങൾ വിളിച്ചു, യാ റസൂലല്ലാഹ് അത് ബനീനാ മസ്ജിദൽ ലിൽ ഹാജ, നമ്മളെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, തങ്ങളൊന്ന് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു തരണം പറഞ്ഞു. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ആവശ്യത്തിന്റെ ഇറങ്ങുകയാണ്, പിന്നെ വരാന്ന് പറഞ്ഞയച്ചു. ഫലമൻസറഫ അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ തബൂക. തബൂക്കിന് തിരിച്ചു വന്നിട്ട് അങ്ങനെ അറിഞ്ഞപ്പോ അവര് വീണ്ടും റസൂലുള്ളാഹിന്റെ അരികിൽ വന്ന് നബിത്തങ്ങള് ഇങ്ങനെ പോവാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ വിശുദ്ധ ഖുർആന്റെ ആയത്ത് വല്ലദീന ഇത്തഖദൂ മസ്ജിദൻ നിറാറാ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 107-ാമത്തെ ആയത്താണ്. എന്റെ ആയത്തിൽ പറയുന്നത് ഇടങ്ങേറുണ്ടാക്കാൻ വേണ്ടി പള്ളി ഉണ്ടാക്കിയവർ വകുഫ്റൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു മിൻ ഖബൽ. നബിയേ, ഇടങ്ങേറുണ്ടാക്കാൻ അവിശ്വാസം കൊണ്ട് പള്ളി ഉണ്ടാക്കിയവർ, മുഅ്മിനീങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പള്ളി ഉണ്ടാക്കിയവർ തങ്ങളെ സൂക്ഷിക്കണേ, അവര് മുമ്പേ തങ്ങൾക്കും അള്ളാഹുവിനുമെതിരെ യുദ്ധം പ്രഖ്യാപിച്ചവരാണ്. വലയഹ്ലിഫുന്ന ഇൻ അറദിനാ ഇല്ലൽ ഹുസ്ന. അവര് പറയും, സത്യം ചെയ്ത് പറയും, എന്താ പറയാ, നമ്മുടെ നന്മ ഉദ്ദേശിച്ച് മാത്രമാണ് പള്ളി ഉണ്ടാക്കിയെന്ന് അവർ പറയും. പക്ഷേ വല്ലാഹു യഷ്ഹദു ഇന്നഹും ലകാദിബൂൻ, അള്ളാഹു വ്യക്തമായി സാക്ഷ്യപ്പെടുത്തി പറയുന്നു അവർ കള്ളന്മാരാണ്. തീർന്നിട്ടില്ല. എന്നിട്ട് ലാ തഖും ഫീഹി അബദ, 108-ാമത്തെ ആയത്ത് തൗബ സൂറത്തിൽ പറയുന്നത്, ഇത് ഒരിക്കലും തങ്ങൾ ആ പള്ളിയിൽ പോകരുത്, നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകാൻ പാടില്ല. പള്ളി എന്ന് പറഞ്ഞാൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള പള്ളിയല്ല, തഖ്വയിൽ അധിഷ്ഠിതമാണ് പള്ളി എന്ന് പറഞ്ഞാൽ. എന്നിട്ട് കേൾക്കണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബികളെ വിട്ട് ആ പള്ളി പൊളിച്ചു കളയാൻ വേണ്ടി തീരുമാനിച്ചു. ഖുർത്തുബിയിൽ കാണാം, മറ്റു തഫ്സീറുകളൊക്കെ ചർച്ചയുണ്ട്. പള്ളി വരെ പൊളിച്ചു. ഇത്ര വലിയ വിഷയമാണ്. മുഅ്മിനീങ്ങൾക്ക് ഭിന്നിപ്പുണ്ടാക്കാൻ പള്ളി ഉണ്ടാക്കാറുണ്ട്. പള്ളി ഏതായാലും മതിയില്ല, നിസ്കരിച്ചാൽ പോരെ എന്ന് ചില ആളുകൾ നമ്മളെ ഇടയിൽ തന്നെ ഉണ്ട്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ പോരെ എന്ന നാരായണ ഗുരുവിന്റെ സിദ്ധാന്തം പോലെ നമ്മളിൽ ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ? നാം മനസ്സിലാക്കണം, കഴിഞ്ഞു പോയ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മുടെ കൊടക് ജില്ലയിലെ മടിക്കേരിയിലെ സലഫി പള്ളിയിലെ സലഫി പ്രസംഗിച്ചുണ്ടാ. ഇവിടെ നബിദിനം ആഘോഷിക്കുന്ന ഒരു പട്ടികളാണ്. നാം ഗൗരവത്തിൽ വിഷയം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവാനിറങ്ങിയതിനെ തടുത്തു നിർത്തി അതിനെ മൻഅ ചെയ്ത് ആ പള്ളിയെ മുത്തുനബി പൊളിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നതെല്ലാം മിന്നുന്നതെല്ലാം പൊന്നല്ല